ഹലോ ഗൈസ്, വി വി ടാക്സിൻ്റെ മറ്റൊരു പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വാഴ 2 പടം ഇന്നിറങ്ങി. അടിപൊളി പടം, അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഞാൻ വാഴ ഫസ്റ്റില്ലെങ്കിൽ റേഞ്ച് എത്തിയാൽ കൊള്ളാമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. സാധാരണ ഒരു ഫസ്റ്റ് പാർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ചിലപ്പം വളരെ റെയറാണ് ഫസ്റ്റ് പാർട്ടിന് മുകളിലൊക്കെ വരുന്ന സെക്കൻഡ് പാർട്ടുകൾ. സോ ഫസ്റ്റ് പാർട്ടിൽ സിനിമയുടെ ആ റേഞ്ചിലെങ്കിലും എത്തും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയതെങ്കിലും എനിക്ക് ഇപ്പം സത്യം പറഞ്ഞതിൽ ഏറ്റവും ഫസ്റ്റും സെക്കൻഡും നോക്കി ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാഴ സെക്കൻഡ് തന്നെ. തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ വിപിൻ ദാസിന്റെ റൈറ്റിംഗ് സൂപ്പർ റൈറ്റിംഗ്, അതുപോലെ തന്നെ സാവിൻ പുള്ളിക്കാരൻ്റെ ഡയറക്ഷൻ, ആ പടം കൊണ്ടുപോകുന്ന രീതി, ആ തുടക്കം മുതലേ അവരുടെ കുട്ടിക്കാലം മുതലേ അത് ബിൽഡ് ചെയ്ത് ആ ഒരു എൻഗേജ് ആയിട്ട് ഇരുത്തി കൊണ്ടുപോകുന്ന രീതി നമുക്ക് എല്ലാവരുടെയും എടുത്തു പറഞ്ഞ എല്ലാവരുടെ പെർഫോമൻസും സൂപ്പറായിരുന്നു. ഹാഷിറടക്കം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. അവരൊക്കെ നല്ല സത്യം പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആക്ടേഴ്സിന് അവർക്കൊപ്പം ഇതിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവർക്കൊപ്പം നിൽക്കുന്ന ലെവലിനെ ആക്ട് ചെയ്യുന്ന നമുക്കങ്ങനെ തോന്നേയില്ല. അവരുടെയൊക്കെ ഫസ്റ്റ് മൂവീസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രകടനങ്ങളായിരുന്നു. എല്ലാവരും റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു. പടം ത്രൂ ഔട്ട് സത്യം 2 മണിക്കൂറും 2.25 മണിക്കൂറുണ്ട് പടം. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ഒട്ടും ബോറടിക്കാതെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ വാഴ ഫസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അതിൽ കുറച്ചുകൂടെ ഇമോഷണൽ സീൻസ് കൂടുതൽ, അല്ലെങ്കിൽ പ്രേക്ഷകനായിട്ട് ഇമോഷണലി കണക്ട് ആവുന്ന കുറേ സീനുകൾ അതിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. ഇതിൽ അത്രത്തോളം എത്തിയിട്ടില്ല വാഴ ഫസ്റ്റിനെ വെച്ച് ആ രീതിയിൽ കമ്പയർ ചെയ്യും. പക്ഷേ എനിക്ക് പേഴ്സണലി ഇമോഷണൽ കാട്ടിലും കൂടുതൽ ഇഷ്ടം കുറച്ച് ഫൺ ഓറിയന്റഡ് എന്റർടൈൻമെന്റ് അങ്ങനെയുള്ള എലമെന്റ്സ് ആണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ വാഴ ഫസ്റ്റിന് ഒരുപടി മേലെ നിൽക്കും എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മളെ ലൈഫിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും നമ്മൾ സ്ക്രീനിൽ കണ്ട പോലെയൊക്കെ തോന്നി. അതിലിപ്പം ബ്രദർഹുഡ് വരുന്നുണ്ട്, അച്ഛനും മകനും റിലേഷൻ വരുന്നുണ്ട്, സഹോദരൻ സഹോദരി റിലേഷൻ വരുന്നുണ്ട്. അപ്പം എല്ലാം നമ്മുടെ വീടുകളിലുള്ള എല്ലാ ബന്ധങ്ങളുടെയും റിലേഷനിലെ അതിലേക്ക് ഇറങ്ങി ചെന്നത് അത് കാണാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളൊരു ഇത് കണ്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ വേറെ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചാൽ അടിച്ചു പൊളിച്ച് അങ്ങനെ ഈ അടിപിടി അങ്ങനെ മാത്രമേ കാണുള്ളൂ. ഫുൾ സ്കൂൾ ഓറിയന്റഡ് ആയിരിക്കാനാണ് ചാൻസ് എന്നൊക്കെ വിചാരിച്ചത്. വാഴ ഫസ്റ്റ് പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടി വേറെ രീതിയിൽ കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പടം അന്യായമാണ്. ഹാഷിറും എല്ലാവരും അതിലിപ്പോൾ അമീന അവരുടെ ടീമും വരുന്നുണ്ട്. ഈ ഇൻസ്റ്റയിൽ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ പടം പ്രതീക്ഷിച്ചതിനും മുകളിലായിരുന്നു എന്ന് വേണം പറയാൻ. ഡയറക്ഷൻ ആയാലും ശരി, സത്യം പറഞ്ഞ പടം തീർന്ന് ഞാൻ വളരെ റെയറായിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ ഇടക്കാലത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഈ പടം തീർന്നിട്ടും സംവിധാനം ഇങ്ങനെ സാവിനെന്ന് എഴുതി കാണിച്ചിട്ടും എല്ലാവരും അവരുടെ സീറ്റിലുണ്ടായിരുന്നു. ഈ അടുത്ത് എന്തെങ്കിലും ഒരു സീന് കാണിക്കും എന്നുള്ള പ്രതീക്ഷയില്ല. കാരണം അത്രത്തോളം എൻഗേജ്ഡ് ഇരുത്താൻ കഴിഞ്ഞു ആ പ്രേക്ഷകരെ. ത്രൂ ഔട്ട് പടം ത്രൂ ഔട്ട് ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ ഒരു റിയലിസ്റ്റിക് ഒരു ടച്ചും ഉണ്ടായിരുന്നു പടത്തിൽ. സിനിമ കണ്ടതുപോലെ ഫീൽ ചെയ്തില്ല. നമ്മുടെ ലൈഫ് കണ്ടതുപോലെയാണ് തോന്നിയത്. തെങ്ങ് ചതക്കില്ല ആശാനെ എന്നൊക്കെ പറയും. പക്ഷെ ഞാനിപ്പം പറയുന്നത് വാഴ ചതക്കില്ല ആശാനെ. കാരണം വാഴ 2 ആ റേഞ്ചിൽ നന്നായിട്ട് വന്നു പടം. ഈ ഫാമിലി ആയാലും ശരി, ഇനി ഫ്രണ്ട്സ് ആയാലും ശരി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു രീതിയിൽ അത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സാവിൻ എസ്. അതുപോലെ തന്നെ റൈറ്റിംഗ് അതിന് പറഞ്ഞേ പറ്റി. വിപിൻ ദാസ് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ മികവ് വാഴ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പുള്ളിയുടെ ആ റൈറ്റിംഗ് ഇതിൽ നന്നായിട്ട് ഇതിനൊരു ബാക്ക് ബോൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളിക്ക് ആ ഒരു പൾസ് അറിഞ്ഞ്, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്തിന്റെ പൾസ് അറിഞ്ഞ് പുള്ളി കളിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള രീതിയിലുള്ള ഇപ്പം യൂത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് സീൻസിലുണ്ട്. പിന്നെ ഈ നമ്മുടെ സ്കൂളുകളിൽ തന്നെ നമ്മളുണ്ടാകുന്ന ഈ നല്ലവരായ അധ്യാപകരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ടെന്നുള്ള രീതിയിൽ എല്ലാ തലത്തിലേക്കും ഒന്ന് എത്തി നോക്കി പോയ ഒരു സിനിമയാണ്. അത് നമ്മൾ വീടുകളിൽ നോക്കിയാലും ഇപ്പം മക്കളുടെ നല്ലതിന് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട്, അതേപോലെ അല്ലാത്തവരും ഉണ്ട്. മക്കൾക്ക് പണി കൊടുത്ത് അങ്ങനെ നടക്കുന്നവരും ഉണ്ട്. അപ്പം എല്ലാ രീതിയിലും ഉള്ള ലൈഫ് എലമെന്റ്സ് ആഡ് ചെയ്യാൻ
ബിബിൻ ദാസിനും അത് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ സാവിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഏറ്റവും നല്ല വിജയം എന്ന് പറയാം. കാരണം ഒരു സീനും ബോറായിട്ട് തോന്നിയില്ല, ഒരു സീനും അനാവശ്യമായിട്ട് തോന്നിയില്ല, പ്രതീക്ഷയ്ക്ക് മുകളിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, സത്യം പറഞ്ഞ സ്കൂൾ സീൻസ് പോലും നല്ല രസമുണ്ടായിരുന്നു. അവരാ ബൂസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പം സത്യം പറഞ്ഞ ആഷർ ടീമായാലും ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ യൂത്തും പിള്ളേരുടെ അവരുടെ ആക്ടിങ്ങും അവരുടെ സത്യം പറഞ്ഞ ഒരു തിയേറ്ററിലൊക്കെ ഒരു സീനുണ്ട്, തിയേറ്ററിൽ ഒരു സീൻ ഞാൻ കൂടുതൽ പറഞ്ഞത് അത് സ്പോയിലറാവും. പക്ഷെ അതൊക്കെ ഒരു തിയേറ്ററൊക്കെ കടന്ന് ചിരിച്ചു മറിയായിരുന്നു, ഒരു രക്ഷയില്ല. കാരണം അവിടെയൊക്കെ ഒരു റെസ്ട്രിക്ഷൻസും ഇടാതെ ലൈവായിട്ട് അത് കൊണ്ടുപോകാൻ ഡയറക്ടറിന് കഴിഞ്ഞു. അവരുടെ ഡയലോഗിലായാലും ഇപ്പോൾ സ്കൂളിൽ തന്നെ നമ്മൾ ലൈവ് കണ്ടൊരു സ്കൂളൊക്കെ കാണാൻ കഴിഞ്ഞു. അതിലവിടെ ഒരു ഇന്ന കാര്യങ്ങൾ എലമെന്റ് അവർ കുറച്ച് കാണിച്ചില്ല, അവരെല്ലാം അത് പൂർണ്ണമായും കാണിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുമ്പം അൽഫോൺസ് ചിത്രം ചെയ്ത പോലീസിന്റെ ക്യാരക്ടറാണ്. പുള്ളിയുടെ പെർഫോമൻസോ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ആയാലും അതൊരു ഇങ്ങനെ ഒരു പോലീസുകാരൻ വേണമെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ളൊരു പോലീസുകാരനായിരുന്നു ഇതിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിലറിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും ചെറിയ ഒരു ഇതിൽ പുള്ളി വന്നിട്ട് പോപ്പി വരെ പൊക്കുന്നതല്ലായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനത്തെ രീതിയിലൊരു പടം പ്രതീക്ഷയാണ് പോയത് ഈ നമ്മുടെ ഇതിൽ. അപ്പം വാഴ ഫസ്റ്റ് കണ്ടപ്പോൾ ഹാഷിറാന്റെ ടീം വന്ന അത് ആ ഒരു റേഞ്ച് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ അതും ഇതും തമ്മിൽ ആനയാട്ടുകൂട്ടി തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ആ ഒരു റേഞ്ചിലേക്ക് അവരെ കാണിക്കാൻ ഡയറക്ടറിന് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ റൈറ്റിങ്ങിന് കഴിഞ്ഞു. നല്ല രീതിയിലൊരു റൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ബന്ധങ്ങൾക്കും ഒരു അവർക്ക് റിലേഷൻസ് തമ്മിലുള്ള ഇൻറ്റിമേഷൻസിൽ അത് വർക്കൗട്ട് ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇത് ആരെയും നിരാശപ്പെടുത്തില്ല. സത്യം പറഞ്ഞാൽ ചിരിക്കാൻ ഒരുപാടുണ്ട്, ചിന്തിക്കാൻ ഒരുപാടുണ്ട്. പടം 2.25 മണിക്കൂറും അങ്ങനെ ഒരിടത്തും വലിയ ലാഗായിട്ട് തോന്നിയിട്ടില്ല. പടം എന്തായാലും തൂക്കും എന്നുള്ളതിൽ 100% ഉറപ്പായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല തുറന്നു പറഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിൽ രണ്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാഴ സെക്കൻഡാണ്. ഇനി പിന്നെ വാഴ പിന്നെയും കൊണ്ട് ഇതിൽ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ സ്പോയിലറാവും. നമ്മൾ ആരൊക്കെയാണ് ഇതിൽ അവർ ആഡ് ചെയ്യുമെന്ന് അറിയായിരുന്നു. അത് ഞാനിത് പറഞ്ഞത് നല്ല സ്പോയിലറായിപ്പം. അപ്പോൾ പല ഇടങ്ങളിലും അതിൻ്റെ ഒരു ഇത് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഇനിയിപ്പോൾ അവസാനമാകുമ്പം എവിടെയെങ്കിലും ഇവരൊക്കെ വരും എന്നുള്ളൊരിതുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ എനിവേ എനിക്ക് പടം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരിക്കലും പോയി കാണാൻ എനിക്കുണ്ട്. ഇപ്പം ഇതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് തിയേറ്റർ നിറയും, അത് ഉറപ്പാണ്. കാരണം ഇത് എല്ലാ തരം ഓഡിയൻസിനും ഇപ്പോഴുള്ള യൂത്തിനായാലും ശരി, ഇപ്പം അത് ഏത് ജനറേഷനിലുള്ള പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുണ്ട്. അതിന് സത്യം പറഞ്ഞാൽ ബിബിൻ ദാസിനും സാവിൻ എസ്ഐക്കും ഒരുപാട് നന്ദി. സൂപ്പറായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പടം ചെയ്തിറക്കിയതിന് വാഴയുടെ ഫസ്റ്റിൻ്റെ അതല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എടുത്ത് നല്ല രീതിയിൽ അഭിപ്രായം വരുന്ന ഒരു സെക്കൻഡ് എന്ന് തന്നെ പറയാം. സോ ഇതാണ് വാഴ 2 കുറിച്ചുള്ള എൻ്റെ എളിയ റിവ്യൂ. ഇനി നിങ്ങൾ ഓരോരുത്തർക്കും ഇതാണ് എൻ്റെ റിവ്യൂ, ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. നിങ്ങൾ ഈ സിനിമ തിയേറ്റർ റിവ്യൂ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ നിങ്ങൾ ചേർക്കൂ. സോ അടുത്ത് മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി നിങ്ങളെ സന്ധിക്കും വരയ്ക്കും വണക്കം.